എല്ലാവർക്കും നമസ്കാരം. ഭൈരവൻ ശാന്തിയുടെ സമാധി സ്ഥാനത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവരൊക്കെ ഭൈരവൻ ശാന്തിയുടെ സമാധി സ്ഥാനത്ത് തൊഴുവാണ്. നമുക്ക് ഇതിനെപ്പറ്റിയുള്ള ഒരു ചരിത്രം അത് നമുക്ക് ഇവിടെ ഒരു സാറുണ്ട്, ആ സാറിനോട് നമുക്കൊന്ന് ചോദിക്കാം. സാറേ, ഈ സ്മൃതി മണ്ഡപത്തെക്കുറിച്ച് ഒരു 2 വാക്ക് പറയാമോ? ഇത് ഭൈരവൻ ശാന്തിയുടെ സ്മൃതി മന്ദിരമാണ്. സ്മൃതി മന്ദിരം എന്ന് പറയാൻ പാടില്ല, മഹാസമാധി. ഭൈരവൻ ശാന്തി ഗുരുവോളം ദിവ്യത്വമുള്ള സന്യാസിയാണ്. ഇവിടെ അരുവിപ്പുറത്ത് ശിവനെ പ്രതിഷ്ഠിച്ചതിന് ശേഷം പൂജിക്കാൻ വന്ന ഗുരു പോയി കൊണ്ടുവന്ന ആളാണ് ഭൈരവൻ ശാന്തി. ഞാൻ പറഞ്ഞില്ലേ, ഗുരു ഇവിടെ പകൽ സമയത്ത് നേരെ അവിടെ കയറും, കൊടിയേറ്റ് മലയിൽ കയറി ഇരിക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഒരു ദിവസം ഭക്ഷണമെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഗുരുവിന് കൊടുത്തിട്ട് ഭൈരവൻ ശാന്തി കഴിക്കത്തുള്ളൂ. അപ്പൊ അത് എല്ലാ ദിവസവും പതിവാണ്. അപ്പൊ അന്ന് ഈ സംഭവം നടക്കാൻ പോകുന്നതിന്റെ അന്ന് ഭൈരവൻ ശാന്തികള് ഗുരുവിനെ തിരക്കി മലയിൽ പോവുകയാണ്. മലയെന്ന് പറഞ്ഞാല് ടോർച്ച് വേണം കയറി പോവാൻ, അത്ര നിഗൂഢമായ വനമാണ്. അപ്പൊ ഏകാന്തതയാണല്ലോ. പക്ഷേ ആ ദിവസം ഭൈരവൻ ശാന്തി കേൾക്കുന്നത് ആരൊക്കെ തമ്മിൽ സംസാരിക്കും, 2 പേര് തമ്മിൽ നിന്ന് സംസാരിക്കും. ഒന്ന് സ്വാമിയുടെ ശബ്ദമാണ്. ഭക്ഷണം കൊണ്ട് ചെന്നപ്പം ആ ഗുഹയില് ആരോ 2 പേര് വിളിക്കാൻ പോയി. ഒന്ന് സ്വാമിയുടെ ശബ്ദമാണ്, അത് ശാന്തിക്ക് അറിയാമല്ലോ. മറ്റേതാരെന്ന് അറിയാൻ നോക്കിയിട്ട് കാണുന്നില്ല, ആളെ കാണുന്നില്ല, ഒരാളെ. അടുത്തടുത്ത് ചെന്നപ്പോ ഒരു അഗ്നിജ്വാലം മുകളിൽ നിൽക്കുക. ആരാ? സുബ്രഹ്മണ്യനാണ്. അപ്പൊ സുബ്രഹ്മണ്യനും ഗുരുവും തമ്മിൽ സംസാരിക്കുന്നതാണ് കേട്ടുകൊണ്ട് പോകുന്നത്. അപ്പോ ഗുരു അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ്, ഗുരുവിന്റെ പുറകിലാണ് ഭൈരവൻ ശാന്തി നിൽക്കുന്നത്. പെട്ടെന്ന് ഇതങ്ങ് മാറി. ഈ സൗണ്ട് നിന്ന പോലെ ഈ സുബ്രഹ്മണ്യൻ ഇവിടെ ഈ നെടിൽ ഈ ഗോളം അങ്ങ് മാറിയപ്പോ ഗുരു തിരിഞ്ഞിരിക്കുന്നു. അപ്പൊ ഭൈരവൻ ശാന്തി ചോദിച്ചു, വല്ലതും കണ്ടോന്ന് ചോദിച്ചു. കണ്ടു സ്വാമി, കണ്ടു. അങ്ങനെ 14 വയസ്സ് വരെ ഭൈരവൻ ശാന്തി 14 വയസ്സ് വരെ ഗുരു ഈ ശാന്തിനെ പറ്റി പറഞ്ഞിട്ടില്ലേ? ഭൈരവൻ ശാന്തി നമ്മുടെ അമ്മയാണ്. ഞാൻ അവിടെ വെച്ച് പറഞ്ഞു, ഗുരുവിന് വസ്ത്രം അലക്കി കൊടുക്കുകയും ഗുരുവിന് ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുകയും. നമ്മളെവിടെയെങ്കിലും പോയിട്ട് വന്നാൽ അമ്മ നമുക്ക് നാട്ടിലേ കഴിക്കത്തുള്ളൂ. എന്നിട്ട് ഗുരുവിന് ഭക്ഷണം കൊടുത്തിട്ട് ശാന്തി കഴിക്കും. അതുകൊണ്ടാണ് പറഞ്ഞിട്ട് ഭൈരവൻ നമ്മുടെ അവിടുത്തെ ആ സ്വാമിയുടെ മഹാപ്രതിഷ്ഠയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇനി ഇതിന്റെ പുറകിലൂടെ ഒരു മതിലുണ്ടായിരുന്നു കേട്ടോ. മഹാഗുരു ഇവിടെ വിശ്രമിക്കുന്ന സമയത്ത് ഈ മതില് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. മതില് കെട്ടി കുറേ ആയി വന്നപ്പോൾ മതിലിങ്ങനെ അങ്ങ് ചരിഞ്ഞു. അയ്യോ, മതില് പൊളിയുന്നു. ഗുരു ഒരു താങ്ങി. ആ പകുതി വളഞ്ഞ മതിൽ അങ്ങനെയാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. ആ മതിൽ ഇപ്പോഴും അങ്ങനെ നിലനിൽക്കുന്നില്ലേ? ഇവിടെ കാണാൻ പറ്റും. വെള്ളമൊക്കെ കയറി കുറേയൊക്കെ പൊളിഞ്ഞിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ അരുവിപ്പുറത്തെ പറ്റി പറയാറുണ്ട്. ഇരുന്ന് വിശ്രമിക്കുന്ന ഒരു ഗുഹയുണ്ട്, തപസ് ചെയ്യുന്നൊരു ഗുഹയാണ്. നമുക്ക് ആ ഗുഹയൊന്ന് കാണാൻ പറ്റുമോ സാറേ? ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, ശരി. നമ്മൾ ഗുഹയിലേക്ക് പോവുകയാണ്.